പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസങ്ങളിലെല്ലാം അച്ഛൻ അനവധിയായ വചനപ്രഘോഷണങ്ങളിലായിരുന്നു. അതിനാൽ ഈ ദിവസം ശബ്ദമടഞ്ഞതുകൊണ്ട് ഡോക്ടറിനെ കണ്ടപ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള വോയിസ് റെസ്റ്റ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ചെറിയ രൂപത്തിൽ ഈ ദിവസങ്ങളിൽ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന ഒരുക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് വർഷ അവസാനമാണ്. കർത്താവായ ഈശോ ഏറ്റവും വലിയ സകലത്തിൻ്റെ അതിനാഥൻ ഈ ഒരു വർഷം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നമ്മുടെ ഈ വർഷത്തെ സകലവിധ ബന്ധനങ്ങൾ എടുത്തു മാറ്റാൻ ഈശോ നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമുക്ക് ലഭിച്ച വചനഭാഗം തീത്തോസിന് എഴുതിയ ലേഖനമാണ്. 2-ാം അധ്യായം 14-ാമത്തെ തിരുവചനമാണ്. തീത്തോസിന് എഴുതിയ വിശുദ്ധ പൗലോസിലേക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ഒരു വർഷത്തെ നമ്മളുടെ എല്ലാവിധ പാപങ്ങളും രോഗങ്ങളും തടസ്സങ്ങളും ബന്ധനങ്ങളെല്ലാം എടുത്തു മാറ്റി ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധ കുർബാനയാൽ ഇന്നേ ദിനം കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പ്രവേശിക്കാം. എല്ലാവരും ഈശോനെ നോക്കി കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ 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 സ്തുതിച്ച് മക്കളെ സ്തുതിച്ച് കർത്താവെ നന്ദി. ഈ ഒരു വർഷത്തിലൂടെ എൻ്റെ കുടുംബത്തിന് എനിക്ക് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ഈശോയെ, ആമേൻ ഈശോയെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോമിശിഹയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും വിശുദ്ധ ഗബ്രിയേലിൻ്റെയും വിശുദ്ധ റഫേലിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിലും കൃപയിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു. യേശുനാമത്തിൽ ആജ്ഞാപിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ ആജ്ഞാപിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ, ശത്രുവിൻ്റെ കെണികളെ, പരദൂഷകരെ, വഴി തടസ്സപ്പെടുത്തുന്നവരെ, കുടുംബത്തെ തകർക്കാൻ നോക്കുന്നവരെ, ബിസിനസ് തടസ്സപ്പെടുത്തുന്നവരെ, കല്യാണം തടസ്സപ്പെടുത്തുന്നവർ, ജോലി തടസ്സപ്പെടുത്തുന്നവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തിനോ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിച്ച മക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ സംഗ്വേ ധാക്വേ സ്കതുറീഷദൽ കോറദി ജസു. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, തിരുജലത്തിൻ്റെ ശക്തിയാൽ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും ഡെലിവറൻസ് കിട്ടട്ടെ, അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടട്ടെ. പ്രിയപ്പെട്ട മക്കളെ, 90 ദിവസങ്ങളിൽ രാവിലെ വൈകുന്നേരം ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവർ വിളിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പല അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ട്. അപ്പം നിങ്ങളും രാവിലെ വൈകുന്നേരവും ഈ ശുശ്രൂഷ കേൾക്കുക.
അടുത്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ ഈ ഇന്നത്തെ ദിനത്തിന് എല്ലാ അനുഗ്രഹങ്ങളും അച്ഛൻ നിങ്ങൾക്ക് നേരുകയാണ്. മണിമല കൺവെൻഷൻ 2-ാം തീയതി ആരംഭിക്കുക. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ആ ഭാഗത്തുള്ള എല്ലാവരെയും കൺവെൻഷന് വേണ്ടി ക്ഷണിക്കണം. അതുകൊണ്ട് അച്ഛൻ വോയിസ് താഴ്ത്തിയാണെന്ന് പറയുന്നത്. കാരണം കൺവെൻഷന് വേണ്ടി സ്വരം ആവശ്യമുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ട മക്കളെ, പിശാച് ബഹിഷ്കരണം നടക്കുന്ന കൺവെൻഷനായിരിക്കും അത്. നിങ്ങളതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ജനുവരി 8-9 തീയതികളിൽ വളരെ പ്രത്യേകമായ ജപമാല ചൊല്ലി എനിക്ക് വേണ്ടിയും ഈ ഭദ്രാസന ദേവാലയത്തിൽ അച്ഛൻ ആരംഭിക്കാൻ പോകുന്ന ഡെലിവറൻസിൻ്റെ പിശാച് ബഹിഷ്കരണത്തിൻ്റെ ആ ശുശ്രൂഷ ജനുവരി 13-ാം തീയതി ആരംഭിക്കുക. അഭിവന്യ ചക്കാലക്കൽ പിതാവ് ആദ്യ ദിവസം ഈ ദേവാലയത്തിൽ വന്ന് ഭദ്രാസന ദേവാലയത്തിൽ ഇതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ലിയോ 13-ാം പാപ്പയുടെ പിശാച് ബഹിഷ്കരണ പ്രാർത്ഥന ചക്കാലക്കൽ പിതാവായിരിക്കും ചൊല്ലുന്നത്. സാധിക്കുന്ന എല്ലാവരും ഇങ്ങോട്ട് വരിക. ഇപ്പോഴേ നിങ്ങൾ ട്രെയിനോ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് തിരികെ പോകാനുള്ളതും, കാരണം നമുക്ക് ധ്യാനകേന്ദ്രം ഇവിടെ അല്ലാത്തത് കൊണ്ട് തിരികെ പോകാനായിട്ട് 8:30 ശേഷം, അതായത് 9 മണി ഇവിടെ കഞ്ഞി കുടിച്ചിട്ട് വേണം എല്ലാവരും പോകാൻ. എന്നിട്ട് രാത്രി തന്നെ തിരികെ പോകാനുള്ള ബസ്സും ട്രെയിനും ഇപ്പോഴേ ബുക്ക് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. വാഹനങ്ങളുള്ളവർക്കൊക്കെ വരാനായിട്ടുള്ള സൗകര്യമുള്ള സ്ഥലമാണ്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ജില്ലാ കോടതിയുടെ അടുത്താണ്, ദേശാഭിമാനി പ്രസിൻ്റെ അടുത്താണ്, ആംഗ്ലോ ഇന്ത്യൻ സെൻറ്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൻ്റെ അടുത്താണ് ഈ പള്ളി. സ്നേഹത്തോടെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.